ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. പണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുടി ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ മുടി മൊത്തം പോയിന്ന്. അപ്പം അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഇതുപോലത്തെ ശ്രദ്ധ കുറയുന്നതാണ് അല്ലേ. നമ്മളിങ്ങനെ ബിസി ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്കൊന്നിനും സമയമില്ല എന്ന് പലരും പറയുന്നതാണ്. അപ്പം ഇതുപോലൊക്കെ ചെയ്ത് നിങ്ങൾ ഇതിപ്പോൾ ഡെയിലി ചെയ്യേണ്ട, സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താലും മതി കേട്ടോ. അപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു 15 ദിവസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് അടുപ്പിച്ച് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. അപ്പം ഇത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓടിച്ചെടുത്തിട്ട് ഇതുപോലെ കുപ്പിയിലാക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ അത് പറഞ്ഞാൽ 1 മാസം 2 മാസമൊക്കെ നിൽക്കും കേട്ടോ. അപ്പം അതിലും കൂടുതൽ ദിവസം നിൽക്കണമെങ്കിൽ ഞാൻ കാണിക്കാറുണ്ട്, നമ്മുടെ ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ ഒരു 6 മാസം ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഞാൻ ഈയിടെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതും അതുപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതും പല രീതിയിലാണെങ്കിലും നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഇത് എണ്ണ കാച്ചി എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗുണമല്ല കിട്ടുക, ദോഷമായിരിക്കും. കാരണം നന്നായിട്ട് മുടി കൊഴിച്ചിൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മളിതൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് ഇല എടുക്കുന്നുണ്ട്. ഇലയൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ്, നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാത്ത ഇല ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 കതിര് ഇല നമ്മൾ അതിലേക്കിട്ട് കൈ കൊണ്ടൊന്ന് ചെറുതാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതാ തേയിലപ്പൊടി. അപ്പോൾ തേയിലപ്പൊടിയൊക്കെ മുടിക്ക് നല്ലതാണോ എന്നായിരിക്കും അല്ലേ. പക്ഷേ തേയിലപ്പൊടീൻ്റെ ആ ഒരു ഗുണം അതൊരു വേറെ തന്നെയാണ് കേട്ടോ. കറക്റ്റായിട്ട് 2 സ്പൂണ് തേയിലപ്പൊടി, അതുപോലെ തന്നെ ഇതുപോലെ കറിവേപ്പിൻ്റെ ഇല തിളപ്പിച്ച ആ വെള്ളം നിങ്ങൾ ഒരു 14 ദിവസമൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. മുടിക്കൊരു നല്ലൊരു വണ്ണം തോന്നിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ചെറിയ മുടികൾ കിളിർത്ത് വരാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ തേയിലപ്പൊടി മാത്രമല്ല കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ചീരകം അതുപോലെ നമ്മുടെ കറിവേപ്പിലൊക്കെ പറഞ്ഞാൽ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടും. മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും അകാലനര നല്ലതുപോലെ കുറയാനും സഹായിക്കും കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറു ചൂടിൽ ഇങ്ങനെ ഇളക്കി നമ്മളിത് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് ചൂട് മാറിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുടിക്ക് നല്ലതുപോലെ ചെറിയ രീതിയിലുള്ള അകാലനരൊക്കെ ഉള്ളവരാണെങ്കിൽ, പിന്നെ അതുപോലെ വെളുത്ത മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ആ ഒരു നല്ല വെളുത്ത കളറൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് കുറഞ്ഞ് കിട്ടാൻ സഹായിക്കും. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കത് മാറി കിട്ടില്ല. കാരണം കറക്റ്റായിട്ട് 2-3-4 ദിവസം കറക്റ്റായിട്ട് ഉപയോഗിക്കാം. പറ്റെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നീട് നിങ്ങൾ ഇടവിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുടീൻ്റെ ആ ഒരു ചെമ്പൻ കളറാണെങ്കിലും വെളുത്ത മുടിയാണെങ്കിലും കുറച്ച് നരച്ച് നിൽക്കുന്ന മുടിയൊക്കെ ആണെങ്കിലും അതൊന്ന് കുറച്ചൊന്ന് കറുത്ത് വരാൻ സഹായിക്കും കേട്ടോ. നല്ലതാണ്, നാച്ചുറലായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊടി എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കയ്യുണ്ണിപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ഇതിൽ ആക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ നെല്ലിക്കപ്പൊടിയാണെങ്കിലും മുടിക്ക് നല്ലതാണ്, കറുപ്പ് കളർ കിട്ടാനും അകാലനര കുറയാനും മുടിക്ക് നല്ല വണ്ണവും കട്ടിയും കിട്ടാനും സഹായിക്കും. മുടി നന്നായിട്ട് കിളിർത്ത് വരാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യുണ്ണിപ്പൊടിക്കാണെങ്കിലും അത്രയും ഗുണങ്ങളാണ് കേട്ടോ. മുടി നന്നായിട്ട് നിര കുറയാനൊക്കെ ഈ ഒരു പൊടികളൊക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു വെള്ളം ചേർത്ത് നമ്മളൊന്ന് ചാലിച്ചെടുത്ത് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ വെച്ചിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തലേന്ന് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള നിരയുള്ളവർ അങ്ങനെ ഉപയോഗിക്കുക. അപ്പം നിരയില്ലാത്ത കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയും ചെയ്തു കൊടുക്കുക. ഇത് മുടീൻ്റെ വളർച്ചയ്ക്കും പുതിയ മുടി കിളിർത്ത് വരാനും നന്നായിട്ട് മുടിക്ക് കട്ടി നീളമൊക്കെ തോന്നിക്കാനൊക്കെ വളരെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടും. കാരണം അത്രയും നല്ലതാണ് നമ്മുടെ കറിവേപ്പ്, നമ്മുടെ കരിഞ്ചീരകം, അതുപോലെ തന്നെ നമ്മുടെ മുടിയിൻ്റെ വളർച്ചേനെ നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ തേയിലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് ഈ ഒരു വെള്ളം ഉപയോഗിക്കാനും എളുപ്പമാണ്. ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിത് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊന്നും കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം മുടി അയച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബിസിയൊക്കെ ആണെങ്കിൽ പോയിട്ട് വന്നിട്ടൊക്കെ
കഴുകി കളഞ്ഞാലും മതി കേട്ടോ. ഞാനിത് ഇതുപോലെ കൈവിരൽ ഉപയോഗിച്ചാണ് എൻ്റെ തലയിൽ തേച്ച് കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാ മുടീൻ്റെ ഭാഗം ഇങ്ങനെ പൊന്തിച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം അയച്ചിടുന്നുണ്ട്. ഇത് രാത്രി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സമയമുള്ളവർ രാത്രിയൊക്കെ ചെയ്യാം, സമയമുള്ളവർ അല്ലെങ്കിൽ പകൽ ചെയ്താലും നല്ലതാണ്. രാത്രിയാണ് ഏറ്റവും മുടി വളരാൻ നല്ല സമയം. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ. ഞാൻ അലോവേരയൊക്കെ മുടിയിൽ തേച്ച് കൊടുക്കുക രാത്രിയാണ്. ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.